ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോം മെക്കാനിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സഞ്ജു ചെറിയാൻ. ആമസോണിൽ നിന്നും വാങ്ങിയ ക്രാഡിയാക് ഡിസ്കവർ പ്രോ എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. അതിൻ്റെ അൺബോക്സിങ്ങും അസംബ്ലിയുമാണ് ഈ വീഡിയോയിൽ. ക്രാഡിയാക്കിൻ്റെ തന്നെ മറ്റൊരു സൈക്കിൾ അൺബോക്സിങ്ങും അസംബ്ലിങ്ങും ഇതിനു മുമ്പ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് ഈ ഒരു സൈക്കിളിൻ്റെ ബോക്സ് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ചെറുതാണ്. അപ്പോൾ കുറച്ചും കൂടെ അസംബ്ലിങ്ങിന് സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു അസംബ്ലിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങുന്ന സൈക്കിളുകൾ മിക്കവാറും ഒക്കെ തന്നെ ഏതാണ്ട് ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കൈ കിട്ടുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ ക്രാഡിയാക്ക് കമ്പനിയുടെ തന്നെ ഗണ്ണർ പ്രോ എന്ന് പറയുന്ന ഒരു സൈക്കിൾ വാങ്ങിയിരുന്നു. അത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം ഫിറ്റ് ചെയ്ത രീതിയിലായിരുന്നു. ജസ്റ്റ് പെഡൽ മാത്രം ഫിറ്റ് ചെയ്യാനേ ഉണ്ടായുള്ളൂ. ഇത് കുറച്ചും കൂടെ പാർട്സുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അത് ഈസിയാണ്. അവരതിൻ്റെ കറക്റ്റ് ഡയറക്ഷൻസൊക്കെ നമുക്ക് അസംബ്ലിങ് ഇൻസ്ട്രക്ഷനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു 14 ചെക്ക് പോയിൻറ്റ്സാണ് ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സിനകത്ത് സീറ്റ്, പെഡല്, പിന്നെ ഫ്രണ്ട് വീൽ ഡിസ്ക്, പിന്നെ അസംബ്ലിയുടെ ഇൻസ്ട്രക്ഷൻ, ടൂൾസ്, ഇതൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത്രയ്ക്കും സിമ്പിളാണ്. ഈ പെഡൽസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിന് ലെഫ്റ്റ്, റൈറ്റ് എന്നിങ്ങനെ 2 പെഡലിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണം. പിന്നെ ഈ കാണുന്നത് നമുക്ക് ഫ്രണ്ട് വീല് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിലീസ് ലിവറാണ്. നമുക്ക് നെട്ടും ബോൾട്ടും ഇല്ലാതെ തന്നെ ഫ്രണ്ട് വീല് ഊരുകയും ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മങ്കി സ്പാനർ, കുറച്ച് അലൻ കീസ്, പിന്നെ കുറച്ച് അലൻ ബോൾസ്, ഇതൊക്കെയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് ഡിസ്ക് അലൻ ബോൾട്ടുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പർ 4 അലൻ കീ അവർ തന്നെ ഈ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം. അതിനും നമ്പർ 4ൻ്റെ 4 അലൻ ബോൾട്ടുകൾ അലൻ കീ ഉപയോഗിച്ച് അഴിച്ചു മാറ്റി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. ബ്രേക്കിൻ്റെ കേബിൾസൊക്കെ നേരത്തെ തന്നെ കറക്റ്റായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ല. ഈ ഹാൻഡിൽ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ലെവൽ ചെയ്ത് അതിൻ്റെ ബ്രേക്കിൻ്റെ ലിവർ കറക്റ്റ് ലെവലിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യുക. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സീറ്റ് ഫിറ്റ് ചെയ്യാനും അതിൻ്റെ പൊക്കം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ക്വിക്ക് റിലീസിങ് മെക്കാനിസമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അലൻ കീ അല്ലെങ്കിൽ സ്പാനറുകളൊന്നും തന്നെ ഇതിന് വേണ്ടി വരില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് സീറ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഘട്ടമായിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും ഫിറ്റിങ് തലകുത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ വീല് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് സീറ്റും പിന്നെ ഹാൻഡിലും നിലത്ത് ഉരയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഫ്രണ്ട് വീല് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്
വീൽ ആക്സിൽ വരുന്ന ഭാഗത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പററി ആയിട്ട് ഫിറ്റ് ചെയ്ത ആ ബോൾട്ട് അഴിച്ച് മാറ്റണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രേക്ക് ഡിസ്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ടിലെ വീല് എടുത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡിസ്ക് കറക്റ്റായിട്ട് ആ ഡിസ്ക് പാഡിനകത്ത് വരുന്ന രീതിയിൽ ആ വശം കറക്റ്റായിട്ട് വെക്കണം. അതേപോലെ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് സ്പാനർ അല്ലെങ്കിൽ അലൻ കീസ് ഒന്നും വേണ്ട. ക്വിക്ക് റിലീസിങ് ലിവർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ചെറിയ ബോക്സിൽ കണ്ട ക്വിക്ക് റിലീസിങ് ലിവർ ഈ ആക്സിലിനകത്തൂടെ എടുത്ത് അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ സ്പ്രിങ് ഉണ്ട്. അതിപ്പോൾ കാണുന്ന പോലെ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും വച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ടൈറ്റായി കഴിയുമ്പോൾ അത് ക്വിക്ക് റിലീസിങ്ങിൻ്റെ ലിവർ ലോക്ക് ചെയ്യുകയാണ് വേണ്ടത്. ബാക്ക് വീലിൻ്റെ ഹബ് ആക്സിലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് റൗണ്ടിലുള്ള കപ്പ് ഷേപ്പിലുള്ള രണ്ട് ഫിറ്റിങ്സ് ഉണ്ട്. അത് ഡാമേജ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഊരി മാറ്റുക. പെഡലുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ പെഡൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെ പെഡൽ റൈറ്റ് സൈഡിലും തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ തലകുത്തിയിരിക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിലാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് തോന്നും, പക്ഷേ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇടത്തോട്ട് തിരിച്ചിട്ട് മങ്കി സ്പാനർ ഉപയോഗിച്ചിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്.